നരേന്ദ്രമോദിയുടെ കീഴിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റ് കഴിഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP ഇത്തവണ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മന്ത്രിസഭയിൽ നൽകിയ പ്രാതിനിധ്യം അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് BJP നോക്കിക്കാണുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ, ഡൽഹി, ബീഹാർ എന്നിവിടങ്ങളിലാണ് ഈ വർഷവും 2025 തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ഈ വിഷയങ്ങൾ കേന്ദ്രം കാര്യമായി പരിഗണിച്ചു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും BJPക്ക് തിരിച്ചടിയേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള ചുവടുവയ്പായി തന്നെയാണ് പുതിയ മന്ത്രിസഭ BJP ഒരുക്കിയിരിക്കുന്നത്. ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ നിന്നാണ് കൂടുതൽ മന്ത്രിമാർ. ജൂൺ 9 മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത 72 പേരിൽ 21 പേരും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 6 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ളവരാണ്. അതായത് 6 സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ മാത്രം ആകെ മന്ത്രിമാരുടെ എണ്ണത്തിന്റെ 29.17%. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്ടോബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ക്യാബിനറ്റ് റാങ്കുള്ള മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെ 3 മന്ത്രിമാരാണ് ഹരിയാനയിൽ നിന്നുള്ളത്. 48 MPമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ നിന്ന് 6 മന്ത്രിമാരുണ്ട് ഇക്കുറി. ജമ്മു കാശ്മീരിനെ പ്രതിനിധീകരിച്ചും ഇക്കുറി ഒരു മന്ത്രിയുണ്ട്. കൂടാതെ ജാർഖണ്ഡിൽ നിന്ന് 2 പേരുണ്ട്. ഇക്കൂട്ടത്തിൽ 6 മന്ത്രിമാരുള്ള ബീഹാറാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത്. UP കൈവിട്ടപ്പോഴും BJPയെ മുറുകെ പിടിച്ചതിനുള്ള ഉപകാര സ്മരണയോ അടുത്ത തെരഞ്ഞെടുപ്പ് കാഹളമാണോ ഇതെന്നാണ് ഇനി അറിയേണ്ടത്.